എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ കേക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ 1 മാസം കേടാകാതെ ഇരിക്കും. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള ഷുഗർ കാരമലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളർ മാറി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം എത്ര അളവിലാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് തെറിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പ്ലം കേക്കിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്. ഇത് കഴിഞ്ഞ വർഷം ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇതുപോലെ 1 വർഷം പഴകിയതും കൊണ്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ വിശദമായിട്ട് അറിയേണ്ടവർക്ക് സോക്ക് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിൽ ഇട്ട ഉടനെയുള്ള ഫോട്ടോയാണ് ഇത്. ഇതൊരു 2 മാസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് 1.25 കപ്പ് മൈദ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. 1 കിലോ മൈദയ്ക്ക് 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നുള്ളതാണ് ശരിക്കുള്ള കണക്ക്. ബേക്കിംഗ് പൗഡർ മൈദയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചൊരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിവശത്തേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇവിടെ 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ 1 നുള്ള് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം പഞ്ചസാരയാണിത്. ഈ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിയുമ്പോൾ ഒരു 1.25 കപ്പ് പഞ്ചസാരയുണ്ട്. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 2 മുട്ട വീതം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഓരോ സെറ്റ് മുട്ടയും ഒഴിച്ച് കഴിയുമ്പോഴും ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എത്ര നല്ലോണം ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ 2ാമത്തെ സെറ്റ് മുട്ടയിട്ടതിന് ശേഷവും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത ഒരു കഷ്ണം ഇഞ്ചിയാണിത്. കടയിൽ നിന്ന് മേടിക്കുന്ന ചുക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന് അത്ര ടേസ്റ്റ് കിട്ടുകയില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്കിനൊരു പ്രത്യേക മണമായിരിക്കും. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്കും ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ഇത് കേക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സായെന്ന് ഉറപ്പാകുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മൈദയും ഡ്രൈ ഫ്രൂട്ട്സും കൂടിയുള്ള മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മൈദയും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എത്ര സോഫ്റ്റായിട്ട് ഇളക്കി കൊടുക്കാവോ അത്രയും സോഫ്റ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി. ഇവിടെ ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ്, അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കും.
കേക്ക് ഉണ്ടാക്കുന്ന ഡിഷിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുത്ത് അതിലേക്ക് കുറച്ച് മൈദയാക്കി കൊടുക്കാം. അതുമല്ലെങ്കിൽ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി. ഇവിടെ ഒരു പ്രഷർ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഉപയോഗമില്ലാത്ത പഴയ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കുക്കറിൻ്റെ ഗ്യാസ്കറ്റും വെയിറ്റും ഒക്കെ ഈ സമയത്ത് മാറ്റണം. കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഒരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം വേണം കേക്കിൻ്റെ മിക്സ് അതിലേക്ക് ഇറക്കി വെക്കാൻ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കുക്കറിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കാൻ. അതിന് ശേഷവും ഒരു 4 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയാകും. 1/2 കിലോയുടെ 2 കേക്കായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. 1 കിലോയുടേതാണെങ്കിൽ ഒരു 45 മിനിറ്റെങ്കിലും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓവനിൽ ചെയ്യുവാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയായിട്ട് കിട്ടും. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് കേക്ക് വെന്തോന്ന് ഇതുപോലെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്കിൽ കേക്കിൻ്റെ മിക്സ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് വെന്തില്ലെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ഒന്നും കൂടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തു. കേക്ക് റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. ക്രിസ്മസിന് കുറേ ദിവസം മുമ്പ് നമുക്കിത് ഉണ്ടാക്കി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ ഇത് അടച്ച് സൂക്ഷിക്കാം. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. 1 മാസമൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടെ സൂപ്പർ ടേസ്റ്റായിട്ട് വരും. ഈ കേക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും.